Good morning. Now we are studying first law of thermodynamics, and in the previous class we studied one application of first law of thermodynamics, and today we are starting with latent heat. You may know what is latent heat. നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. latent heat of vaporization, latent heat of fusion എന്നൊക്കെ പറഞ്ഞാൽ, അതായത് latent heat means it is the heat energy absorbed or released during a phase transition, and it will take place at constant temperature and pressure. And example ആയിട്ട് latent heat of fusion നമുക്ക് പറയാം. അതായത് latent heat of fusion എന്ന് വെച്ചാൽ ഒരു സോളിഡ് അതിൻ്റെ ലിക്വിഡ് ആയിട്ട് മാറുമ്പോൾ, ഫോർ എക്സാമ്പിൾ വി ക്യാൻ ടേക്ക് വാട്ടർ. ഐസ് 0 ഡിഗ്രി സെൽഷ്യസിൽ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റായ വാട്ടറിലേക്ക് മാറും. അങ്ങനെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വാട്ടറിലേക്ക് മാറാൻ വേണ്ടി ആ സിസ്റ്റം എടുക്കുന്ന ഹീറ്റ് എനർജിയാണ് നമ്മൾ ലാറ്റന്റ് ഹീറ്റ് എന്ന് നമ്മൾ പറയാം. സിമിലർലി യു നോ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ മീൻസ് ഇറ്റ് ഈസ് ദ ഹീറ്റ് എനർജി റിക്വയർഡ് ടു ട്രാൻസ്ഫോം ദ മെറ്റീരിയൽ ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു ഗ്യാസസ് സ്റ്റേറ്റ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇപ്പോൾ വാട്ടറിന്റെ കേസിലാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ എന്തായിട്ട് മാറുന്നു? സ്റ്റീമായിട്ട് മാറുന്നു. സോ ദ ഹീറ്റ് എനർജി റിക്വയർഡ് ഫോർ വാട്ടർ ടു ട്രാൻസ്ഫോം ടു സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, അതിനാണ് നമ്മൾ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ എന്ന് പറയാം. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ സോളിഡ് ലിക്വിഡായിട്ട് മാറുക, അല്ലെങ്കിൽ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുക, ഇനി സോളിഡ് ഡയറക്റ്റ് ഗ്യാസ് ആയിട്ട് മാറുക, ഈ പറയുന്ന സാധനത്തിനൊക്കെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ എന്നാണ് നമ്മൾ പറയാം. ഇങ്ങനെയല്ലാതെ വേറെ തരത്തിലുള്ള ഫേസ് ട്രാൻസിഷൻ ഉണ്ട്. അത് നിങ്ങൾ PG സമയങ്ങളിലേ പഠിക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. സോ ദാറ്റ് ഈസ് അബൌട്ട് ദാറ്റ് ലാറ്റന്റ് ഹീറ്റ്. ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലേക്ക്, അതായത് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക്, അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് ഒരു മെറ്റീരിയൽ കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൽ മാറുമ്പോൾ അതിന് വേണ്ട ഹീറ്റ് എനർജിയാണ് നമ്മൾ ലാറ്റന്റ് ഹീറ്റ് ഓഫ് എന്താണോ ആ ഫേസ് ട്രാൻസിഷൻ നമ്മൾ പറയാം. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഈ ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. ആൻഡ് വി നോ വാട്ട് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു, ഇസ്ന്റ് ഇറ്റ്? അതായത് ഹീറ്റ് എനർജി കൊടുക്കുന്നത് എന്ന് പറയുന്നത് ദാറ്റ് വിൽ യൂസ് ടു ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ആൻഡ് ആൾസോ യൂസ് ടു ഡു സം എക്സ്റ്റേണൽ വർക്ക്. അപ്പോൾ ഈ കേസിൽ ഹീറ്റ് എനർജി എന്ന് പറയുന്ന ഈ ഒരു ഫേസ് ട്രാൻസിഷൻ നടക്കുമ്പോൾ ആ മെറ്റീരിയൽ എടുക്കുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് ഇവിടെ ലാറ്റന്റ് ഹീറ്റ് ആണ്. ലാറ്റന്റ് ഹീറ്റിനെ ഞാൻ തൽക്കാലം വി ആർ യൂസിങ് ഇറ്റ് വിത്ത് എ ലെറ്റർ എൽ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനെ LF എന്നും ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനെ LV എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. സോ ദാറ്റ് ഈസ് ദ ടോട്ടൽ ഹീറ്റ് എനർജി റിക്വയർഡ് ടു ട്രാൻസ്ഫർ ദ മെറ്റീരിയൽ ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ് ഓർ ഫ്രം വൺ ഫേസ് ടു അനദർ ഫേസ്. അപ്പോൾ അത് രണ്ടെണ്ണത്തിനാണ് ഉപയോഗിക്കുക. ഒന്നെന്തിനാ? ടു do some internal work, and another part is using to do some expansion work എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ നമുക്കൊരു കാര്യം എടുക്കാം. നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്? വാട്ടർ ഗ്യാസ് ആയിട്ട് മാറുകയാണ്, വാട്ടർ സ്റ്റീമായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ വാട്ടർ സ്റ്റീമായിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കുക? വാട്ടർ എന്ന് പറയുന്നത് ആ മോളിക്യൂൾ വാട്ടർ എന്ന് പറയുന്നതിൽ മോളിക്യൂൾ കുറച്ചും കൂടി ക്ലോസ്ലി പാക്ഡ് ആണ്. അപ്പോൾ സ്റ്റീമിൽ പറ്റ അത്ര ക്ലോസ്ലി പാക്ഡ് അല്ല. അപ്പോൾ ആ ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള മോളിക്യൂള് കുറച്ച് ഇന്റേണൽ വർക്കൊക്കെ ചെയ്ത് എന്താവണം? കുറച്ച് ലൂസ്ലി പാക്ഡ് മോളിക്യൂൾ ആവണം. അതായത് സ്റ്റീമിലുള്ള പോലെ വാട്ടർ മോളിക്യൂൾ കുറച്ച് അകന്നകന്ന് നിൽക്കണം. അതിനുവേണ്ടി അത് ചില വർക്ക് ചെയ്യണം. ആ വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദിസ് ഇന്റേണൽ വർക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ എന്താ സംഭവിക്കുക? ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, അതായത് വാട്ടർ എന്ത് ചെയ്യുന്നു? സ്റ്റീമായിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പോൾ സ്റ്റീമായിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ഈ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള അറ്റ്മോസ്ഫിയർ പ്രഷറിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ പറഞ്ഞ സാധനം എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് എക്സ്റ്റേണൽ വർക്ക് ചെയ്യണം. അപ്പം ഇങ്ങനെ ഇന്റേണൽ വർക്കും എക്സ്റ്റേണൽ വർക്കും ഇതിന് ചെയ്യണം. ഇത് രണ്ടും കൂടിയാണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? ലാറ്റന്റ് ഹീറ്റ് ആയിട്ട് വരുന്നത്. അതായത് ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നതിനെ നമുക്ക് ഈ പറഞ്ഞ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ച് ടോട്ടൽ ഹീറ്റ് എനർജി റിക്വയർഡ് എന്ന് പറയുന്ന ലാറ്റന്റ് ഹീറ്റ് ആണ്. അത് L ആണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസിങ് ടു ഡു സം ഇന്റേണൽ വർക്ക് ആൻഡ് ആൾസോ ടു ഡു സം
എക്സ്റ്റേണൽ വർക്ക്. ഇന്റേണൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റേണൽ എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. എക്സ്റ്റേണൽ വർക്ക് എന്ന് പറയുന്നത് നമുക്കിവിടെ പ്രഷർ വോളിയം വർക്കായിട്ട് എടുക്കാം. സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് ലാറ്റന്റ് ഹീറ്റ്. ആൻഡ് വി ക്യാൻ ഗോ ടു അഡിയാബാറ്റിക് ഇക്വേഷൻ. Adiabatic process is a process in which system will not absorb any heat from the surroundings or it will not reject any heat to the surroundings. അപ്പോൾ സറൗണ്ടിങ്സും സറൗണ്ടിങ്സുമായിട്ട് ഹീറ്റ് എനർജി കൊടുക്കുകയോ റിജക്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാത്ത ഒരു പ്രോസസ്സിനെയാണ് അഡയബാറ്റിക് പ്രോസസ് എന്ന് പറയാം. അതായത് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് അവിടെ 0 ആയിരിക്കും. ഡെൽറ്റ ക്യൂ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ അറിയാം ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഹീറ്റ് എനർജിയാണ് നമ്മൾ ഡെൽറ്റ ക്യൂ എന്ന് പറയാം. സോ ദ ഡെൽറ്റ ക്യൂ is equal to 0 in an adiabatic process. So we know the first law of thermodynamics, that is delta Q equal to du plus delta W. And you know delta W എന്ന് പറയുന്ന ഒരു ഗ്യാസ് സിസ്റ്റം ആകുമ്പോൾ ഉണ്ടാവുക എക്സ്പാൻഷൻ വർക്ക് ആയിരിക്കും, അല്ലെങ്കിൽ പ്രഷർ വോളിയം വർക്ക് ആയിരിക്കും. So that delta W can be written as P dV. But we know that for an adiabatic process delta Q equal to 0. So that equation 1 can be written as 0 equal to du plus P dV. But in the previous class we studied that CV, that is the specific heat at constant volume of a gas, that is equal to du divided by dt. So we can write du, the change in internal energy du can be written as Cv into dt. Let it equation number 3. So we are going to substitute that equation 3 in equation 2. So I can write the equation 2 as 0 equal to Cv dt plus P dV. So that is equation number 4. So in this equation what I am going to do is we are going to find what is dt. അതെങ്ങനെയാണെന്ന് പറയാം. We have ideal gas equation PV equal to RT, isn't it? And I am going to differentiate that ideal gas equation on both sides. So we know that firstly the PV ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. So P will be constant and we are going to differentiate V, that is PdV. Next the V will be constant and we are going to differentiate P, so that is VdP is equal to R. That is a universal gas constant ആണ്. അപ്പോൾ തന്നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ആൻഡ് വി ആർ ഗോയിങ് ടു ഡിഫറൻഷിയേറ്റ് ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു dt. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ആസ് PdV plus VdP equal to R dt. So from there we can write what is dt, isn't it? So dt will be equal to PdV plus VdP divided by R ആയിരിക്കും. So PdV plus VdP equal to R dt എന്ന് പറയുന്നതിന് ഞാൻ ഇക്വേഷൻ 5 എന്ന് എഴുതി. ആൻഡ് ഐ ആം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഇക്വേഷൻ 5 ഇൻ ഇക്വേഷൻ 4. അതായത് dt എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ PdV plus VdP divided by R എന്ന് എഴുതുന്നു. So I can write that equation for us Cv into PdV plus VdP divided by R plus PdV equal to 0. So okay, that is this equation. അപ്പോൾ അതിനെ R എന്ന് പറയുന്ന ന്യൂമറേറ്ററിലാണ്. ആ ന്യൂമറേറ്ററിലുള്ള R-നെ ഞാൻ R എന്ന് പറയുന്ന ഡിനോമിനേറ്ററിലാണ്. ആ ഡിനോമിനേറ്ററിലുള്ള R-നെ ഞാൻ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. So I can rewrite that equation as Cv into PdV plus VdP plus PR dV equal to 0. Let it is equation number 6. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 6ൽ R എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അപ്പോൾ R-നെ നമ്മൾ മാറ്റി അവിടെ വേറൊരു സാധനം കൊണ്ടിടാൻ പോവാം. In the previous class we studied that Cp minus Cv equal to R, isn't it? Cp means the specific heat at constant pressure and Cv is the specific heat at constant volume. That Cp minus Cv is equal to R. So instead of R in equation 6, I am going to substitute Cp minus Cv. So I can write that equation 6 as Cv into PdV plus VdP plus P into Cp minus Cv into dV equal to 0. Then I am going to break that brackets. A bracket പൊട്ടിക്കുന്നു. So I can write that as Cv PdV plus Cv VdP plus Cp PdV minus Cv PdV equal to 0. അപ്പോൾ അതിൽ എനിക്ക് സെക്കൻഡ് ടൈമിനെയും ഫോർത്ത് ടൈമിനെയും എനിക്ക് ക്യാൻസൽ ചെയ്യാം. So the remaining will be Cv PdP plus Cp PdV equal to 0. So I can write that as Cv VdP equal to minus Cp PdV. അപ്പോൾ അതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രഷർ ടൈമിനെയൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നു. സോ ഐ ക്യാൻ റൈറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു dP by P ഇൻ ലെഫ്റ്റ് സൈഡ് ആൻഡ് ഇൻ റൈറ്റ് സൈഡ് ആ Cv dVയെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. സോ ദാറ്റ് വിൽ ബി ന്യൂമറേറ്ററുള്ള CVV അവിടെ എത്തുമ്പോൾ ഡിനോമിനേറ്ററിലാവും CVV എന്നുള്ളത്. സോ ഐ ക്യാൻ റൈറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു dP by P is equal to minus Cp by Cv into dV by V. So here Cp by Cv means Cp means that is what is Cp. Cp എന്ന് വെച്ചാൽ specific heat at constant pressure ആണ്. Cv എന്ന് പറയുന്നത് specific heat at constant volume ആണ്. So Cp by Cv means the ratio of specific heats.
So that is equal to gamma. So I can write that equation as dP by P equal to minus gamma into dV by V. So it is that equation. അപ്പോൾ അതിൽ മൈനസ് ഗാമ ഡി വി ബൈ വി എന്നുള്ളത് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് തന്നെ കൊണ്ടിരുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ പി പ്ലസ് ഗാമ ഡി വി വി ഈക്വൽ ടു 0. സോ ഐ ആം ഗോയിങ് ടു ഇന്റഗ്രേറ്റ് ഇറ്റ്. 1 ബൈ പിന് ഇന്റഗ്രേറ്റ് ചെയ്യുക, യു നോ ദാറ്റ് ഈസ് ലോഗ് ടു ദ ബേസ് ഇ പി ആണ്. 1 by v integrate ചെയ്താൽ you know that is log to the base v ആണ്. So if we are integrating that equation, we will get that is equal to log p plus gamma log v equal to a constant. And gamma into log v എന്നുള്ളതിന് എനിക്ക് log v raised to gamma എന്ന് എഴുതാം. a into log b എന്ന് വെച്ചാൽ log b raised to a ആണ്. നിങ്ങൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. I am going to use that equation here. So I can write that equation as log p plus log b raised to gamma equal to a constant. log a into log a plus log b എന്നുള്ളതിനെ log a b എന്ന് എഴുതാം. അതായത് log p plus log v raised to gamma എന്നുള്ളതിനെ log p v raised to gamma എന്ന് എഴുതാം. So I can write log p v raised to gamma equal to a constant. So log p v raised to gamma equal to a constant means p v raised to gamma is a constant. Okay. So that is the adiabatic equation or equation of an adiabatic process. It's a very easy equation. വളരെ ഈസി ആയിട്ട് 4 മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അതിൽ ഡെൽറ്റ ക്യൂ ഇക്വൽ ഡി യു പ്ലസ് പി ഡി വി എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ കൊടുത്തു. അതിൽ ഡെൽറ്റ ക്യൂ 0 ആണ്. ഡി യു എന്നുള്ളതിന് സി വി ഡി ടി എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൽ ആ ഡി ടി എന്ന് പറയുന്ന അതിന് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡി ടി എന്ന് പറയുന്നതിനെ നമുക്ക് പി ഡി വി പ്ലസ് വി ഡി പി ഡിവൈഡഡ് ബൈ ആർ എന്ന് എഴുതാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി ഞാൻ നടത്തി. ആർ എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിനെ സി പി മൈനസ് സി വി എന്ന് എഴുതി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. അതിനെ ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് ദ അഡിയാബാറ്റിക് ഇക്വേഷൻ. ഇനി നിങ്ങൾക്ക് പലപ്പോഴും പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. ഐ മീൻ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഈ ഇക്വേഷൻ വെച്ചിട്ട് പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പോൾ ഈ പ്രഷറും വോളിയവും വെച്ചിട്ടല്ല ചിലപ്പോൾ പ്രോബ്ലം തരിക. ചിലപ്പോൾ വോളിയവും ടെമ്പറേച്ചറും വെച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ പ്രഷറും ടെമ്പറേച്ചറും വെച്ചിട്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ഈ പി വി റേസ് ടു ഗാമ എന്നുള്ളതിനെ ഈ ഇക്വേഷനിൽ ഇറ്റ് ഈസ് ആൻ അഡിയാബാറ്റിക് ഇക്വേഷൻ ആണ്. അത് പ്രഷറും വോളിയും ആണ് ഇതിൽ വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പ്രഷറിന്റെയും ടെമ്പറേച്ചറിന്റെയും ടൈമിൽ എഴുതാം, അല്ലെങ്കിൽ വോളിയത്തിന്റെയും ടെമ്പറേച്ചറിന്റെയും ടൈമിൽ എഴുതാം. നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിലുള്ള ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് പി വി ഈക്വൽ ടു ആർ ടി ആണ്. അപ്പോൾ വി റേസ് ടു ഗാമ എന്നുള്ളതിന് നമുക്ക് പി വി ഈക്വൽ ടു ആർ ടി ആണ് എന്നുള്ളതിന് വി ഈക്വൽ ടു ആർ ടി ഡിവൈഡഡ് ബൈ പി എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ പി റേസ് ടു ഗാമ മൈനസ് 1 ബൈ ടി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതുപോലെ നമുക്ക് ആ പി വി റേസ് ടു ഗാമ എന്ന് പറയുന്ന ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഇക്വേഷനിൽ പി വി ഈക്വൽ ടു ആർ ടി എന്ന് പറയുന്ന ടൈം പിന്നെ ഞാൻ ഉപയോഗിക്കുന്നു. അതായത് പിക്ക് പകരം എനിക്ക് ആർ ടി ബൈ വി എന്ന് എഴുതാം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് എൻ ഇക്വേഷൻ ദാറ്റ് ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. സോ ദിസ് ഈസ് അബൌട്ട് ദ അഡിയാബാറ്റിക് ഇക്വേഷൻ. അപ്പോൾ പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന അഡിയാബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ ആണ്. പി റേസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡ് ബൈ ടി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതും അഡിയാബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ ആണ്. ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതും അഡിയാബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ ആണ്.